ಮನಿ ಬರ್ತು ಬಂದ ಕೂಲಿ ನಿರ್ಬಂಧ ಅವಡು ನಂಗೆ ಎಲ್ಲರೂ ಗೊಂತುಳ್ಳ ವಿಷಯ. ಅದೇ ಟೈಮುಲು ಅದು ಎತ್ತರ ಬರ್ನುಂಟೆಂದು ಕಣಕ್ಕಿಲ್ಲ. ಎತ್ತರ ಬಂದೆಂಗಿലും ಕೂಲಿ ನಿರ್ಬಂಧ ಅವಡು. ಅದೇ ಟೈമുಲು സലഫിങ്ങ ചൊല്ലി എന്തിനെ ಗೊತ್ತುಂಟಾ, അങ്ങനെ ഇത് മുറിയണമെങ്കിൽ കൂലി നിർബന്ധ ആവണമെങ്കിൽ ನನ್ನ കയ്യിൽ ഉണ്ടോ ആ കട്ടിങ്. കൂലി നിർബന്ധ ആവണമെങ്കിൽ എന്തിനെ ಗೊತ್ತುಂಟಾ വിഷയ, ചെറിയ നിലക്ക് തെല്ല് പറത്ത് വന്നെങ്കിൽ കൂലി നിർബന്ധ ഇല്ല. ഏനെ അപ്പൊ ഇങ്ങക്ക് ബണ്ട എത്ര ഞാനിത് സദസ്സുക്ക് വേനായിട്ട് ചൊല്ലല്ല, ഖുർആാനും സുന്നത്ത് കാട്ടാൽമാരല്ലേ ഇങ്ങനെ അനപറഞ്ഞ ചൊല്ലു. നിന്റെ കയ്യിലുണ്ടോ സംശയം ആറുകൊണ്ടെങ്കിലും പറ, കാട്ടാ ടൈമില്ലാത്തോണ്ട് ഞാനിപ്പോ എടുക്കില്ല. അപ്പൊ എന്തിനാ ചൊല്ലി, അപ്പോ കുലി നിർബന്ധാവണമെങ്കിൽ തെല്ല് പോയെങ്കിൽ മെയ്യാവല. പിന്നെ ഞങ്ങളുടെ സൊസൈറ്റിയും അതുപോലെ പാലിന്റെ ഡിപ്പോ എല്ലാം ഉണ്ടല്ലേ, ആ ഡിപ്പോകളെല്ലാം കൊടുക്കടത്തെ ഇന്നെങ്കിൽ മാത്രം ഇങ്ങനെ കുലി നിർബന്ധ നോക്കൂ. നിങ്ങൾ ഇത് ഏത് ഖുർആൻ പഠിപ്പാട്ടിര്, ഏത് ഹദീസ് പഠിപ്പാട്ടിര് ഞങ്ങൾ മനവരിക്കാക്കണോ? അത് മാത്രല്ല, പിന്നെ വേറൊരു വിഷയം എന്തിനെ, കേരളത്തെ വലിയ നേതാവ് അബ്ദുസലാം സുല്ലമി, ആ സലാം സുല്ലമിനിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തിനാ വന്നിട്ടുണ്ടാ, ഞങ്ങൾ പാലക്കാർ മക്ക യാത്ര പോകുമ്പോ ബൈക്കില് എന്തിനോടു യാത്ര പോകുമ്പോ പെറവുലു അന്യ പെണ്ണിടെ ദൈപ്പാട്ടിട്ട് യാത്ര പോകമാ? ഒരു ക്വസ്റ്റ്യൻ. അന്യ പെണ്ണ് ചെന്നെങ്കിൽ ഞങ്ങളെ പെങ്ങന്മാരല്ല, ഉമ്മ അല്ല, ബലമ അല്ല, പർത്ര ഒരു പെണ്ണിടോ ദൈപ്പാട്ടിട്ട് യാത്ര പോകുമാ? പാലക്കാർ മക്കെല്ലാം നല്ല ശ്രദ്ധയിൽ കേട്ടോണ്ടിരിക്കുവാറ്. അപ്പ ഇങ്ങനെ നേതാവിടെ മറുപടി എന്തിനാ ಗೊತ್ತುಂಟಾ, നോ പ്രോബ്ലം. എന്തേ അന്യ പെണ്ണ് തൊന്തരയില്ല, ദൈപ്പാട്ടിയും പോക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ദൈപ്പാട്ടിയും പോണ്ട സമ ഇത് ഞങ്ങൾ കാറിൽ പോണ്ട അല്ലല്ലേ, കാറിലുണ്ടായെങ്കിൽ ടച്ച് ആവാത്ത പോലെ നടുവില് തെല്ല് ഡിസ്റ്റൻസ് ഗ്യാപ്പ് അല്ലേ ഇക്കടെ. ബൈക്കിലെല്ലാം പോകുമ്പോ ബൈക്കിക്ക് ഷോക്ക് അബ്സർവ് ഉള്ള ഒരു ഇതുണ്ടല്ലേ, അപ്പൊ ആ ബൈക്ക് ഗുണ്ടിലെല്ലാം പോകുമ്പോ ജമ്പ് അവിടെ സ്വാഭാവിക. ആ ജമ്പ് ആവുമ്പോ എതിർത്ത ആള് പിടിക്കണമല്ലേ, അല്ല എതിർത്ത ആള് പിടിക്കണമല്ലേ. ആ പിടിക്കൂറ് നോക്കുമ്പോ സുബ്ഹാനല്ലാ, മാപ്പിള അല്ല, യലോണല്ല, മൂത്തോണല്ല, ആറും അല്ല, അവന്റെ പിടിക്കമാ ക്വസ്റ്റ്യൻ. അപ്പ യാറെ പിടിക്കൂ തീറ തെല്ലെല്ല പിടിക്കാ. അപ്പൊ പിടിക്കണായ ജാഗത്തിലെ പിടിച്ചു പോയെങ്കിലാ ഇങ്ങള് ഖുർആന്റെ സുന്നത്ര ഹനബറ നാ ചൊന്നോണ്ടല്ലോ. ഇനി വേറൊരു എല്ലാം കഴിഞ്ഞിട്ടൊരു ഡിമാൻഡ്, അങ്ങനെ പെണ്ണോടെ കുട്ടിയോണ്ട് പോകാ. അങ്ങനല്ല, ആ കായങ്ക ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? 24 ಗಂಟ 24 hours ചെന്നെങ്കിൽ ഒരു നാല് തീർന്നു മുന്നോലോ ആ പെണ്ണോട് ഔത്തുക എത്തുപാട്ടോണോ നാ കേക്കടെ. ഒരു ബാലക്കാര ചെറുക്കൂ ഒരു പെണ്ണ് കിട്ടിയെങ്കിൽ 24 ಗಂಟ വേണം. ഇങ്ങ എവിടെ പണ്ടോണ്ടായിട്ട് കിടന്ന പ്രശ്നേ, ഏത് ഖുർആാനിലുണ്ടോ ഏത് ഹദീസിലുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖുർആാനിലും ഹദീസിന്റെ പേര് ചൊന്നിട്ടു അത് വേനായിട്ട് നിങ്ങളെ വിളിക്കുമ്പോ ഈമാന് കെട്ടിട്ട് മരിക്കണോ ചൊല്ലു പിയാറുള്ള മുസ്ലിമീങ്ങളെ, നാ നിങ്ങളൊട്ടിಗೆ ചൊല്ല ആ വിശ്വാസത്തിൽ പെട്ടുപോകണ്ട. സലഫിങ്ങ ഭണ്ഡാര് ചൊല്ലതിൽ ഞങ്ങൾക്ക് ആതങ്ക ഇല്ല, ഞങ്ങൾക്ക് സംശയ ഇല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിലുണ്ട്, യകൂന ഫി ആഖിരി സമാനി, ലാസ്റ്റ് കാലാവുമ്പോ ദജ്ജാലൂന കദ്ദാബൂന, സുമാർ കളവ് ചൊല്ല ആൽമാര് ഭണ്ഡാര്, സുബ്ഹാനല്ലാഹ്, യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാവുകും, നിങ്ങൾ അപ്പമാര് കേൾക്കാത്ത പുതിയ വാദവുമായിട്ട് അങ്ങ് വരുവാറ്. ഞങ്ങൾ കേട്ടുന്നമാ ഒന്നു മുറിയണമെങ്കിൽ ചെടിയിൽ പറഞ്ഞോട്ട് ഞങ്ങൾ കേട്ടുന്നമാ. അതുപോലെ കുളി നിർബന്ധാവണെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കണത്ര ഇന്നെങ്കിൽ നിർബന്ധായിട്ട് ഞങ്ങൾ കേട്ടിന്നമാ. സുബ്ഹാനല്ലാഹ്, ഒരു അന്യ പെണ്ണുടെ ബൈക്കറെ പെരുതൈ പാട്ടിട്ട് യാത്ര പോകാണ്ട് ഞങ്ങൾ കേട്ടുന്നമാ. അങ്ങനെ ഞങ്ങൾ ആരും കേൾക്കാത്ത പുതിയ വാദവുമായിട്ട് കുറെ സലഫിങ്ങ ഭണ്ഡാര് ഫഇയ്യാകും, നിങ്ങൾ അങ്ങനെ ജാഗ്രത ആക്കണം കേട്ടോ. ലാ യുദില്ലൂനകും, അങ്ങനെ നിങ്ങളെ തെരു തപ്പാട്ടാണ്ടിക്കട്ടെ. വലാ യഫ്തിനൂനകും, അങ്ങനെ നിങ്ങളെ ഫിത്നയിലാക്കാണ്ടിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ക ചൊന്നുറു. അതുകൊണ്ട് അങ്ങനെ പെറോല് പോയിട്ട് തപ്പിട്ട് പോകണ്ട. ഓ മക്കളെ, സുന്നത്ത് ജമാഅത്ത് വേനായിട്ട് കാര്യാചരണ ആക്കുറു. ഞാൻ ഈ റായത്തുള്ള മുസ്ലിമീങ്ങളൊട്ടെ ചൊല്ല, ഓ പാലക്കാട് മക്കളെ, 5 വക്ത് കറക്റ്റ് ടൈം നിസ്കരിക്കണം കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് പെറവ് പോകത്തീറാ, കൃത്യമായി നിസ്കരിക്കണു. ദീനുക വേനായിട്ട് കാര്യാചരണ ആക്കണു. സുന്നത്ത് ജമാഅത്ത് വേനായിട്ട് ഈ റായത്തുള്ള എല്ലാ പാലക്കാട് മക്കും
ഒగ్గട്ടാവണു. യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുടെ സഹായ ഒగ్గട്ടുറ മേലായിട്ടിക്കട്. ആ സഹായ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കലങ്ക വേണ്ട, ഞങ്ങൾ ഗൊന്തല വേണ്ട. ഈ റായത്തുൽ സുന്നത്ത് ജമാഅത്ത് ബാലക്കാരന്മാരെല്ലാരും ഒട്ടാകണു. പരിസരത്തിലുള്ള സുന്നത്ത് ജമാഅത്ത് ബാലക്കാരന്മാർ ഒട്ടാകണു. എല്ലാരും ഒട്ടായിട്ട് ദീനിക വേനായിട്ട് കാര്യാചരണ ആക്കണു. ഓ മക്കളെ, സുന്നത്ത് ജമാഅത്ത് വേനായിട്ട് കാര്യാചരണ ആക്കുമ്പോ എന്ത് എതിർപ്പ് വന്നെങ്കിലും പേടിക്കണ്ട. എല്ലാത്ര കാട്ടി വലിയ ഒരു ലാഭ അല്ലാഹു നമുക്ക് തറകു പോണ്ട. ഞാൻ ಅದರೊಟ್ಟಿಗೆ ಬಾಲಕಾರ ಮಕ್ಕಳೊಟ್ಟ ಚೊಲ್ಡೆ, ഞങ്ങളെ റായത്തുള്ള സലഫിമാരില്ലേ അങ്ങനെ സംഘടനಗೆ ഞങ്ങളെ ബലിക്കಡೆ എങ്ങനെ കൊണ്ടുണ്ട ഞങ്ങളെ മുട്ടാങ്ങ ಬಂದು ചൊല്ലാടി ഇതല തിങ്ങൾക്ക് 5000 രൂപ നിന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടേ, 10000 രൂപ ഞാൻ നിന്റെ അക്കൗണ്ടിൽ ഇടേ. അതുകൊണ്ട് സലഫി സംഘടനയുടെ മെമ്പർഷിപ്പ് ആവനുണ്ട് ചൊല്ലുക ഇല്ലാറ്. ഓ മക്കളെ, പൈസ കണ്ടിട്ട് പൈസ എടുത്തിട്ട് നിന്റെ വിശ്വാസ പണയ വെക്കണ്ട. കാരണം എന്തിനെ കൊണ്ടുണ്ട, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങൾക്ക് പൈസ അല്ല മുഖ്യ, മുഅ്മിനീങ്ങൾക്ക് സമ്പത്തല്ല മുഖ്യ, മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ തടിയല്ല മുഖ്യ, മുഅ്മിനീങ്ങൾക്ക് മുഖ്യ വിശ്വാസായിട്ടിക്കട്. സുബ്ഹാനല്ലാഹ്, ആ വിശ്വാസം ഇല്ലെങ്കിൽ ഈമാനില്ലാണ്ട് ചത്തുപോവ്. ഈ റായത്തുള്ള സലഫിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണു. നന്റെ പ്രസംഗ കേൾക്കുമ്പോ ഒരു പക്ഷേ നിങ്ങൾ പോസിറ്റീവ് ചിന്ത വെക്കല, നിങ്ങൾ വെക്കണത് നെഗറ്റീവ് ചിന്ത ആയിട്ടിക്കോ. അതേ ടൈമിലോ നിങ്ങൾ ഇണ്ടിജാവ് കൗത്തു പോയിട്ട് നിസ്കരിച്ചിട്ട് ഉദു എടുത്ത് നിങ്ങൾ കെടുക്കറോ. ആ കെടുക്കറ ടൈമിലോ ഉറക്ക് ബണ്ടത്തോലും നിങ്ങൾ നെഞ്ഞിക്ക് കൈബെത്ത് നിങ്ങൾ ഒന്ന് ആലോചന ആക്കറോ. നെഞ്ഞിക്ക് കൈബെക്കണായത് ആലോചന ആക്കുന്ന ടൈമിലായിട്ടിക്കട്. നിസ്കരിക്കുമ്പോ കൈബെക്കണായത് നെഞ്ഞിനെ കീഴായിട്ടിക്കട്. ആ നിലക്ക് നിങ്ങൾ നെഞ്ഞിക്ക് കൈവെച്ച് ആലോചന ആക്കറോ. സുബ്ഹാനല്ലാഹ്, ഇണ്ടു ചൊന്ന വിഷയ സമാല്ലേ. ഞാൻ ഇങ്ങനെ പൈസ എടുത്തിട്ട് സലഫിങ്ങളെ പിറവില് പോയെങ്കിൽ ഈമാനില്ലാണ്ട് ചത്തുപോകല്ലേ. ഓ ഈ റായത്തുള്ള മുസ്ലിമീങ്ങളൊട്ടെ ചൊല്ല, പൈസ അല്ല മുഖ്യ, ഞങ്ങ പാവത്തങ്ങ, ഞങ്ങൾക്ക് ആരെ കയ്യിലും പൈസയില്ല. എപ്പോഴും സുന്നത്ത് ജമാഅത്ത് ഒട്ടിക ഇക്കിടങ്ങ അങ്ങ പാവത്തങ്ങ ആയിട്ട് ഇക്കിടാറ്. അതേ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, റളീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലൂ. റളീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ, അല്ലാഹു ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള. കാരണം ലനാ ഇൽമുൻ, സുന്നത്ത് ജമാഅത്ത് ആൽമാർക്ക് അല്ലാഹു വിദ്യ തന്നിറ, അല്ലാഹു പഠിപ്പ് തന്നിറ. വലിൽ അഅദാഇ മാലൂ, സലഫിങ്ങല്ല പൈസ കൊടുത്തിട്ടിക്കുക. അതുകൊണ്ട് പൈസത്തെ പേര് പോയിട്ട് ഈമാനില്ലാണ്ട് ചത്തുപോക തീറ. ഒരു വിഷയം ചൊന്നിട്ടാണ് നിപ്പാട്ടെ കുറെ അബ്ബമാര് കേക്കിടാറ്, ഹിരിയങ്ങ കേക്കിടാറ്. ഉസ്താദേ, സലഫിങ്ങ ഒരു മാർക്ക് എന്തു ഇല്ലല്ലേ, അങ്ങും നിസ്കരിക്കിടാറല്ലേ, അങ്ങും നോമ്പ് നോക്കിടാറല്ലേ, അങ്ങും വലിയ വലിയ താടി വെച്ച് പോയോണ്ടുള്ളാറല്ലേ, പാവത്തെ പെൺമക്കളെ പാൽപാട്ടി കൊടുത്തോണ്ടുള്ളാറല്ലേ. ഓ പാലക്കാട് മക്കള്, സലഫിങ്ങളെ നിസ്കാര കണ്ട് പെട്ടുപോകണ്ട, അങ്ങനെ നോമ്പ് കണ്ട് പെട്ടുപോകണ്ട, അങ്ങനെ താടിയുടെ വെളുപ്പ് കണ്ട് പെട്ടുപോകണ്ട. കാരണം എന്ത് കൊണ്ടുണ്ട, അങ്ങനെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. ഇത് കലസട അഭിപ്രായ അല്ല, കലസട പഠിപ്പാട്ടിയ ഉസ്താദുമാർ അഭിപ്രായ അല്ല. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു സുനൻ ചൊല്ലുടെ ഹദീസിലെ കിതാബിൽ ചൊല്ലു. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ഒരു ഹദീസ്, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകാര ആക്കില്ല ലിസാഹിബി ബിദ്അ, ഒരു സലഫിയുടെ പക്കലിൽ നിന്ന് അല്ലാഹുക്ക് വേണ്ട. സ്വലാത്തൻ, അവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. വലാ സിയാമ, അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട. വലാ ഉംറതൻ, അവന്റെ ഉംറ അല്ലാഹുക്ക് വേണ്ട. വലാ ഹജ്ജ, അവന്റെ ഹജ്ജ് അല്ലാഹുക്ക് വേണ്ട. വലാ സർഫം വലാ അദ്ല, അവന്റെ ഫർളായോ സുന്നത്തായോ ഒരേ ഒരു സത്കർമ്മ പോലും അല്ലാഹുക്ക് വേണ്ടാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതുകൊണ്ടു മുഅ്മിനീങ്ങളെ അങ്ങനെ നിസ്കാര കണ്ട് പെട്ടുപോക തീരാട്ട് മാത്ര ഈ ടൈമിൽ ചൊന്നുണ്ടു. ഞാൻ എന്റെ പ്രസംഗ നിപ്പാട്ടെ, നാ ഒരു വിഷയ ചൊല്ലെ. ഇനി ഇവിടെ ഗണ്ണന പ്രസംഗ ആവശ്യമില്ല. ഞാൻ ഇണ്ട് വന്ന് നാല് പിന്നൊരാൾ നന്റെ നക്ക് ഉത്തര ചൊല്ലുക പണ്ട് അത്ര നാലക്കലി പാടെ നാനും പണ്ട്. അങ്ങനത്തെ ഒരു ആവശ്യം വേണ്ട. ഈ റായത്തിലും ഉള്ളാരല്ലേ സലഫിങ്ങ, ഞാൻ നിങ്ങളൊട്ടെ ചൊല്ലെ. ഒന്നാ ഇവിടെ പ്രസംഗിച്ച ആള് അല്ലെങ്കിൽ അയാളുടെ വലിയ സക്കരിയ സ്വലായി കേരളത്തിലില്ലേ,
ഹനീഫ കായക്കോടി ഇല്ലേ, അതുപോലെ അങ്ങനെ വലിയ ലീഡർ ഇബ്ലീസ് ഇല്ലേ, എല്ലാ ലീഡർമാരും കുട്ടിയമ്പോഴോ ഞങ്ങളെ ഉസ്താദുമാർ പണ്ട വേണ്ട, ഈ കെ ഉസ്താദിനെ വലിയ വലിയ ശിഷ്യന്മാര് പണ്ട വേണ്ട, ഞങ്ങൾ പറകു കൂടില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പണ്ട വേണ്ട, പേരോട് ഉസ്താദ് പണ്ട വേണ്ട, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പണ്ട വേണ്ട, കൊളത്തൂർ ഉസ്താദ് പണ്ട വേണ്ട, വലിയ വലിയ ആലിമീങ്ങ പണ്ട വേണ്ട. ആ ആലിമീങ്ങ പഠിപ്പാട്ടിയോ നണ്ട പോലത്തോ ഇവിടെ പാടെ പ്രസംഗിച്ച പോലത്തോ ഇനിയും ധാരാളം മുത്താലിമീങ്ങ ഉള്ളാറ്. അതുപോലത്തെ ചെറിയ ചെറിയ ആൾമാര് മെയ്യി ചെന്നിട്ടോ നിങ്ങൾക്ക് പൽക്ക തന്നിട്ട് നന്റെ പ്രസംഗ നിപ്പാട്ടെ. അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളു ഹക്ക് ഹക്കായിട്ട് മനവരിക്കാക്കൂ, ബാറ്റില് ബാറ്റിലായിട്ട് മനവരിക്കാക്കൂ. ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണോ റബ്ബേ. ഈ ഒരു വലിയ കാര്യക്രമോടെ നടക്കുമ്പോ ഇതൊരു പെറവില് സുമാറ് സ്വറ ആക്കിയ ബാലക്കാര് മക്ക ഉള്ളാറ്. അള്ളാഹുവേ, അങ്ങ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണോ റബ്ബേ. ഈ ഫംഗ്ഷനോടെ നടക്കുമ്പോ വന്ന് വെച്ചിട്ട് സഹകരിച്ച ആൽമാരുള്ളാര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണോ റബ്ബേ. അങ്ങനെ എല്ലാ പ്രവർത്തനത്തിലും ബർക്കത്ത് കൊടുക്കണോ റബ്ബേ. എല്ലാ പ്രയാസവും നീ നീക്കി തരണോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഔത്തുള്ള പ്രയാസം നീ നീക്കി തരണോ റബ്ബേ. സുന്നത്ത് ജമാഅത്തിന് നീ ഇസ്സത്ത് തരണോ റബ്ബേ. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കുകയായിട്ട് ആരെല്ലാം ശ്രമാക്കിയോണ്ടുള്ളാറാ അങ്ങ് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കോ നീ ഉദ്ദേശിക്കറുണ്ടായെങ്കിൽ നീ ഹിദായത്ത് കൊടുക്കണോ റബ്ബേ. ഇല്ലാണ്ടായെങ്കിൽ അങ്ങനെ ഷർറിൽ നിന്ന് ഈ മുസ്ലിം സമുദായത്തെ നീ രക്ഷനാക്കണോ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.